ഉമ്മമാരുടെ പാദത്തിന് കീഴിലാണ് അടിയിലാണ് സ്വർഗമെന്ന് പറയുന്നത്. ഉമ്മാനനുസരിച്ച് സ്വർഗം കിട്ടുമെന്നും നമുക്ക് ഹദീസിൻ്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ഈ ഉമ്മമാർ എത്ര പ്രയാസം നമുക്ക് വേണ്ടി സഹിച്ചിട്ടുണ്ട് എന്നൊക്കെ ഒന്ന് ഓർത്തു നോക്കണം. ഇടയ്ക്കിടയ്ക്ക് ഉമ്മമാരുടെ സ്നേഹം, ആ ഉമ്മമാർ മക്കളോട് കാണിക്കുന്ന ഒരു അനുകമ്പയുണ്ട്. ഉമ്മമാർ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ആ ഭക്ഷണം ആദ്യം മക്കൾക്കാണ് കൊടുക്കുക. നമ്മുടെ ഉമ്മമാരുടെ അവസ്ഥകളും ഉമ്മമാർ ചെയ്യുന്ന സ്നേഹത്തിൻ്റെ ആ സാമീപ്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണം. ആദ്യം മക്കൾക്ക് കൊടുത്തിട്ട് പിന്നീട് ഉണ്ടെങ്കിൽ ഉമ്മ കഴിക്കൂ. ഉമ്മാൻ്റെ ആരോഗ്യം നോക്കാതെയാണ് ഉമ്മ നമുക്ക് വേണ്ടിയിട്ട് എല്ലാവിധ സേവനവും ചെയ്യുന്നത്. മഹദിയായ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ഒരിക്കൽ ആയിഷ ബീബിയുടെ വീടിൻ്റെ വാതിക്കൽ ഒരു മുട്ട് കേട്ടു. ആരോ വാതിൽക്കൽ മുട്ടുന്നതായിട്ട് കേട്ടു. ആയിഷ ബീബി പുറത്തേട്ട് അങ്ങോട്ട് പാളി നോക്കി. അന്നേരം ഒരു പാവപ്പെട്ട ഒരു സ്ത്രീ അവിടെ നിൽക്കുന്നതായിട്ട് കണ്ടു. ആ സ്ത്രീയുടെ കൂടെ 2 ചെറിയ പൈതങ്ങളായ മക്കളും ഉണ്ടായിരുന്നു. ആയിഷ ബീവിയോട് ആ സ്ത്രീ വന്നുകൊണ്ട് പറഞ്ഞു, ഉമ്മുൽ മുഅ്മിനായ ആയിഷ ബീവിയോട് ആ സ്ത്രീ കരഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നത്. പറയുന്നത്, എനിക്ക് കുറച്ച് ഭക്ഷണം തരുമോ എന്നാണ്. വിശന്നിട്ട് കണ്ണ് കാണുന്നില്ല, കുറച്ച് അന്നം തരുമോ, ഭക്ഷണം തരുമോ എന്ന് ചോദിച്ചു. നമുക്ക് ആയിഷ ബീവിയുടെ ചരിത്രം പറയാം. റസൂലിൻ്റെ പ്രിയ പത്നിയാണ്. പ്രയാസങ്ങളിലൂടെ കടന്ന് ജീവിച്ച ലോകരാജാവിൻ്റെ ലോക നേതാവിൻ്റെ ഭാര്യയാണ് ആയിഷ ബീവി. നമുക്കറിയാം, അള്ളാഹു ഇത്രക്കും മഹത്തായ സ്ഥാനം കൊടുത്തിട്ടും ആയിഷ ബീവിയുടെയും ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളായിട്ടുള്ള എല്ലാവരുടെ വീട്ടിലും പ്രയാസങ്ങളായിരുന്നു. അള്ളാഹു അവർക്ക് ഉഖ്റവിയായ ദറജ ഏറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്രക്കും വലിയ പ്രയാസങ്ങളിൽ ജീവിക്കുന്ന ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് വന്നുകൊണ്ട് ഒരു കുടുംബം, ഒരു ഉമ്മയും 2 മക്കളും വന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഭക്ഷണം ചോദിക്കാം. ആയിഷ ബീവിയുടെ വീട്ടിൽ എടുത്തു കൊടുക്കാൻ ഒന്നുമില്ല. പക്ഷേ അന്നേരം ആയിഷ ബീവി അടുക്കളയിലേക്ക് പോയി നോക്കി, അലമാറയിലേക്ക് തപ്പി നോക്കിയപ്പോൾ 3 ഈത്തപ്പഴം കിട്ടി. ആയിഷ ബീവി ആ 3 ഈത്തപ്പഴം കൊണ്ടുവന്നിട്ട് ആ പാവപ്പെട്ട മിസ്കിനത്തായിട്ടുള്ള ആ സ്ത്രീക്ക് ഈത്തപ്പഴം കൊടുക്കുക. ആ സ്ത്രീ ഈത്തപ്പഴം സ്വീകരിച്ചു. എന്നിട്ട് തൻ്റെ 2 കുഞ്ഞുങ്ങൾക്ക് ഓരോന്ന് വീതം കൊടുത്തു. തനിക്ക് ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒന്നും കയ്യിലെടുത്തു. കുഞ്ഞുങ്ങൾ വിശപ്പ് മൂലം ആ ഈത്തപ്പഴം വാരി തിന്നു. ആകെ ഒന്നേ ഉള്ളൂ. അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് ആ ഈത്തപ്പഴം ഭക്ഷിച്ചു കഴിഞ്ഞു. ഉമ്മ അപ്പോഴേക്കും ഈത്തപ്പഴം പൊളിച്ചിട്ട് ഈത്തപ്പഴത്തിൻ്റെ കുരു വലിച്ചെറിഞ്ഞ് ഭക്ഷിക്കാതെ നിൽക്കുകയാണ്. ഈ സമയത്ത് ഈ 2 പൈതങ്ങളായ ഈ ചെറിയ കുഞ്ഞുമക്കൾ ഉമ്മയുടെ ഈത്തപ്പഴത്തിലേക്ക് ദയനീയമായ നോട്ടം നോക്കുക. 2 ഈത്തപ്പഴം കൊണ്ട് വയറ് നിറയാത്ത പൈതങ്ങൾ തനിക്ക് തന്നിട്ടുള്ള ആ ഈത്തപ്പഴത്തിലേക്ക് നോക്കുന്നത് കണ്ടപ്പോൾ ഒരിക്കലും ഉമ്മ ആശങ്കപ്പെടാതെ, സങ്കടപ്പെടാതെ, ഒരിക്കലും അതിന് നിൽക്കാതെ ആ സ്ത്രീ തൻ്റെ ഈത്തപ്പഴം 2 കഷ്ണങ്ങളാക്കിയിട്ട് ആ കുഞ്ഞുങ്ങൾക്ക് വീതം വെച്ച് കൊടുക്കുന്നതായിട്ട് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ കാണുകയാണ്. ആയിഷ ബീവിക്ക് വളരെ അത്ഭുതം തോന്നി. തൻ്റെ വിശപ്പിനെ മാനിക്കാതെ ആ 2 കുഞ്ഞുങ്ങളുടെ വിശപ്പിനെ മാനിച്ച് തനിക്ക് വേണ്ടി നൽകപ്പെട്ട ഒരു ഈത്തപ്പഴത്തെ 2 ചീളുകളാക്കിയിട്ട് മക്കൾക്ക് വേണ്ടി കൊടുത്ത ഒരു ഉമ്മയുടെ ജീവിതയാതന വേദനയുടെ ഒരു നേർമുഖം ആയിഷ ബീവി ഇവിടെ കാണുകയാണ്. അങ്ങനെ ഈ സ്ത്രീ പിന്നീട് പോയി അടുത്ത വീടുകളിലേക്കും മറ്റുമായിട്ട് പോയപ്പോൾ ഈ സംഭവം ആയിഷ ബീവി വല്ലാണ്ട് ആലോചിച്ചിരിക്കണം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് വന്ന സമയത്ത് ആയിഷ ബീബി അത്ഭുതത്തോടു കൂടി ഈ സംഭവം പറയാണ്. ഈ ഉമ്മ തൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ള ആ ഒരു സമീപനം, അത്തരത്തിലുള്ള ഒരു അകമടിഞ്ഞ സമീപനം ബഹുമാനപ്പെട്ട ഷഫീഉനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി ആയിഷ ബീവിയോട് പറയാണ്. എന്താ പറഞ്ഞതെന്നറിയോ? ഇന്നല്ലാഹ ഖദ് ഔജബ ലഹാ ബിഹാ അൽ ജന്ന. സ്വന്തത്തേക്കാൾ തൻ്റെ മക്കൾക്ക് ഇത്രത്തോളം സ്നേഹം പകർന്നു കൊടുത്ത കാരണത്താൽ ആ ഉമ്മാക്ക് അള്ളാഹ് സ്വർഗം നിർബന്ധമാക്കിയിരിക്കുന്നുണ്ട് എന്ന് ഷഫീഉനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് ആലോചിക്കുക, മക്കൾക്ക് വേണ്ടിയിട്ട് ഉമ്മമാർ എത്ര പ്രയാസം സഹിക്കുന്നുണ്ട്, എത്ര സ്വന്തം ഇഷ്ടങ്ങളെപ്പോലെ എത്ര മാറ്റിവെച്ചിട്ടുണ്ട്. ഇതിനൊക്കെ പകരമായിട്ട് ഷഫീഉനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ ഒരു വചനം ഒന്ന് ആലോചിച്ചാൽ മതി. ഇന്നല്ലാഹ ഖദ് ഔജബ ലഹാ ബിഹൽ ജന്ന. ഇത്തരത്തിൽ മക്കൾക്ക് വേണ്ടിയിട്ട് പ്രയാസം സഹിക്കുന്ന ഒരു വർഗം തന്നെയാണ് ഉമ്മമാരെന്ന് പറയുന്നത്. അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓൾറെഡി സ്വർഗം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇനി ഉമ്മമാർ ശ്രദ്ധിക്കേണ്ടത് മക്കളെ നോക്കുന്നത് ഇഖ്ലാസോട് കൂടിയാക്കുക. മക്കളെ ആഖിറത്തിന് ഉപകാരപ്പെടുന്ന രൂപത്തിൽ നോക്കുക. മക്കൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ ഉഖ്റവിയായ സഹായവും നൽകുക. മക്കളെ നല്ലത് പഠിപ്പിക്കുക, ദീൻ പഠിപ്പിക്കുക, ഇബാദത്ത് ചെയ്യാൻ പഠിപ്പിക്കുക. ബാധ്യതകളൊക്കെ നല്ല രൂപത്തിൽ മക്കൾക്കും ഭർത്താവിനുമുള്ള ബാധ്യത നിറവേറ്റുക. നല്ല രൂപത്തിൽ വലിയ തെറ്റുകളൊന്നും ജീവിതത്തിൽ സംഭവിക്കുന്നില്ല എന്നുള്ള ഉറപ്പോടുകൂടി ജീവിക്കുക. ചെറിയ തെറ്റുകളൊക്കെ സംഭവിച്ചാലും തൗബ ചെയ്തിട്ട്, വലിയ തെറ്റുകൾക്കും തൗബ ചെയ്തിട്ട് നല്ല ഉമ്മമാരായിട്ട് ജീവിക്കാൻ ശ്രദ്ധിക്കുക. റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, മറക്കണ്ട, റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, ഔജബ ബിഹ അൽ ജന്ന. ഈ കാരണത്താൽ അവർക്ക് സ്വർഗം നിർബന്ധമാക്കിയിട്ടുണ്ട്. അത് ആ സ്ത്രീയോട് മാത്രമായിട്ടുള്ള പരാമർശമായി കാണേണ്ടതില്ല. ഒരു സ്ത്രീ തൻ്റെ മക്കളോട് കാണിക്കുന്ന സ്നേഹത്തിന് റസൂലുള്ള അന്ന് വാഗ്ദാനം ചെയ്ത് സ്വർഗ്ഗമാണ്. അതുകൊണ്ട് മക്കളെ നോക്കുമ്പോൾ ആത്മാർത്ഥമായിട്ട് നോക്കുക.
ഉമ്മമാർക്ക് സ്വർഗമുണ്ട്. അള്ളാഹു നമ്മുടെ ഉമ്മമാർക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ.